ഇതുവരെ ആരും കാണിക്കാത്ത ധൈര്യമാണ് ഇന്ന് നോമിനേഷനിൽ അനുമോള് കാണിച്ചത്. എന്റെ പൊന്നു, നമുക്ക് പുറത്തിരുന്നിട്ട് എന്തൊക്കെ തോന്നിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ അനു ഇന്ന് നോമിനേഷനിൽ വിളിച്ചു പറയാൻ നമുക്ക് കാണാൻ സാധിച്ചു. ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാരാര് ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അനുമോള് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ അടുത്ത് ചോദിച്ച ആ ഒരു കാര്യം, അല്ലെങ്കിൽ പറഞ്ഞ ആ കാര്യം ലാലേട്ടൻ മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത്രയും പോസിറ്റീവായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും അർത്ഥമുള്ളൊരു കാര്യമായിരുന്നു അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അനുമോള് ശ്രമിച്ചത്. പക്ഷേ എന്തുകൊണ്ട് അതിന് സാധിച്ചില്ല, എന്തുകൊണ്ട് ലാലേട്ടൻ അത് മനസ്സിലാക്കിയില്ല എന്നൊരു കാര്യം മാരാര് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കും അറിയാവുന്നതാണ്. അവിടെ എന്താണ് അനുമോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷെ ലാലേട്ടൻ എന്താ ഇതിനിപ്പോൾ കുഴപ്പം, ഇമ്മ്യൂണിറ്റി കിട്ടിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കണ്ടു. പക്ഷേ അഖിൽമാര അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെവിനിട്ട് കൊട്ടാനായിട്ട് നല്ല അവസരം കിട്ടിയിരിക്കുകയാണ് അനുമോൾക്കും. അനുമോള് മാത്രമല്ല, അതിശയോക്തി എന്താണ്, നമ്മുടെ സാബുമേനും അനുമോളും കൂടി നെവിനിട്ട് വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇടയിൽ നെവിനും അങ്ങോട്ടേ പറയുന്നുണ്ട്, നെവിൻ മിണ്ടാതിരിക്കുന്ന ആളല്ലാന്നറിയാലോ. പക്ഷേ എന്തായാലും വയറ് നിറയെ നല്ല രീതിയിൽ നെവിന് ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 ക്യാപ്റ്റന്മാരാണല്ലോ വീടിനുള്ളിലുള്ളത്. 3 പേരും കൂടി അവിടെ അങ്ങ് തകർത്ത് തൂത്തുവാരാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇനിയിപ്പോ ബിഗ് ബോസ് വീട്ടിലാകെ 3 പെണ്ണുങ്ങളാണുള്ളത്. 3 പേരും കൂടിയിട്ട് ഞങ്ങൾ ഇനി ആരെയും പുറത്താക്കരുത് ബിഗ് ബോസേ എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് കെഞ്ചുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മുടെ അനുമോള് ഇന്നലെ ലാലേട്ടനോട് പറയാൻ ശ്രമിച്ചത് ആര്യൻ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ടല്ല എന്നൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് ലാലേട്ടൻ മനസ്സിലായില്ല എന്ന് ഭാവിച്ചുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ഒരു അഴഞ്ഞ മട്ടിൽ അങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷേ ഇന്ന് മാരാര് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അനുമോള് പറഞ്ഞ ആ ഒരു പോയിന്റ് വാലിഡ് പോയിന്റ് ആണ്. അത് ലാലേട്ടൻ എന്തുകൊണ്ട് സീരിയസ് ആക്കി എടുത്തില്ല, അല്ലെങ്കിൽ ലാലേട്ടനെ മനസ്സിലായില്ല എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി മാത്രം ക്യാപ്റ്റൻ ആവാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞത് അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന്. ലാലേട്ടനെ മനസ്സിലാവാനായിട്ടൊന്നുമല്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ടീം ലാലേട്ടൻ അങ്ങനെയാണല്ലോ പറഞ്ഞു ധരിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അനുമോളോട് എന്തെങ്കിലും കലിപ്പുണ്ടായിരിക്കാം അനുമോള് പറഞ്ഞത് വിലക്കെടുത്തില്ല എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാൻ തോന്നിയത്. പിന്നെ വളരെ സീരിയസ് ആയിട്ടും വളരെ കോമഡി ആയിട്ടും തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അനുമോളുടെ ഇന്നത്തെ ഓപ്പൺ നോമിനേഷനാണ്. ബിഗ് ബോസ് ഓരോരുത്തരുടെ പേര് വിളിക്കുന്ന സമയത്ത് അവരെവിടെയാണുള്ളത് അവിടെ വെച്ച് നോമിനേഷൻ ചെയ്യണം. അപ്പൊ അനുമോള് വിളിച്ച സമയത്ത് അനുമോള് നോമിനേറ്റ് ചെയ്തത് നെവിനെയും അക്ബറിനെയാണ്. പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ, എന്റെ പൊന്നു ചൂണക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലുള്ള ചൂണക്കുട്ടി എന്ന് പറയേണ്ടി വരും. അനുമോള് ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ അറിഞ്ഞിട്ടാണോ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പതറിയത് എന്ന് തോന്നിപ്പോയി. ഇന്ന് അനുമോള് പറയുന്നുണ്ട് ഇവിടെ നെവിൻ കാണിക്കുന്നത് ഗുണ്ടായിസമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് രാത്രി നടന്ന ആ ഫുഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഫുഡ് ഞാൻ ദോശ എടുത്തുകൊണ്ട് വന്ന സമയത്ത് അത് കിട്ടിയേ തീരൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് എന്നിൽ നിന്ന് തട്ടിപ്പറിക്കാനും ഫുഡ് താഴെ ഇടാനും ഒക്കെ ശ്രമിച്ചു. പോരാഞ്ഞിട്ട് എൻ്റെ ഷെൽഫിലുള്ള പാവനെടുത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ പെർഫ്യൂമുകൾ ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് എടുത്ത് കളയാൻ ശ്രമിക്കുന്നു. അതിന് ഒരാൾ പോലും ചോദ്യം ചെയ്യാനില്ല. നെവിൻ കാണിച്ചത് ഇവിടെ ഗുണ്ടായിസമാണ്. നെവിനെ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് ബിഗ് ബോസും ലാലേട്ടനുമാണ്. ഇവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് അവനെ ഒന്ന് വഴക്ക് പറയാനോ അവൻ ചെയ്ത കാര്യങ്ങൾ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ ലാലേട്ടനോ ബിഗ് ബോസോ ശ്രമിക്കുന്നില്ല. പുറത്തു നിന്ന് പേരൻസ് വന്ന സമയത്ത് അവനെ പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് എല്ലാവരും വന്ന് പറഞ്ഞതോടുകൂടി അവനൊരു ലൈസൻസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ത് തോന്നിവാസവും ചെയ്യാനായിട്ട്. അവൻ എന്തൊക്കെ തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞാലും ഇവിടെ ചോദ്യം ചെയ്യാനോ അവനെ എതിർക്കാനോ ആരുമില്ല എന്നുള്ള ധൈര്യമാണ് അവൻ എന്തൊക്കെ മോശക്ക് വാക്കുകൾ നമ്മൾ പറഞ്ഞാലും നമുക്ക് എതിർത്ത് സംസാരിച്ചാലും വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് അവന് എല്ലാ കാര്യങ്ങളും കളിതമാശയായി ചിരിയായി ലാലേട്ടനെ ഒന്നും ചോദ്യം ചെയ്യാത്തത് കൊണ്ട് അവനെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഫേവറിസമാണ് ഇവിടെ നടക്കുന്നത്. ബിഗ് ബോസ് പോലും അവൻ്റെ അടുത്ത് ഫേവറിസം കാണിക്കുന്നുണ്ട് എന്ന തരത്തിൽ അവിടെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്തത്. ആ ദോശ ഫുഡ് ഉണ്ടാക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ അക്ബർ അനുമോള് ദോശ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് വഴക്കിട്ടതും പോരാത്തതിനെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ജന്മണ്ടെങ്കിൽ അക്ബർ പുറത്തു പോവില്ല എന്നാണ് അക്ബർ പറയുന്നത്. പുറത്ത് എനിക്ക് അത്രയും മാരക സപ്പോർട്ട് ഉണ്ട്, അത് മാത്രമല്ല എൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ ഇതിലുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തു പോവില്ല, എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. ആരും എന്നെ നോമിനേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ മറ്റുള്ളവരുടെ മനസ്സെന്താണെന്നോ മറ്റുള്ളവർക്ക് വേദനിക്കുമോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒന്നും മനസ്സിലാക്കാതെ തൻ്റെ ഗെയിം കളിക്കുക, താൻ വിജയിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഗെയിമാണ് അക്ബറോടെ കളിക്കുന്നത്. അതുകൊണ്ട് അക്ബറെ നോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോൾ ഇന്നൊരു ഗംഭീര നോമിനേഷൻ എന്ന് പറഞ്ഞാൽ പലതും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ലൈവിൽ കണ്ടവർക്ക് അറിയാം, എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഇത് മുഴുവൻ കാണിക്കുമെന്ന് അറിയില്ല. ഒരു ഗംഭീര നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു നോമിനേഷൻ മക്കളെ. ഇതിന്റെ മുന്നേ ഒരു രക്ഷയില്ലാത്ത നോമിനേഷനാണ് ഇന്ന് അനുമോള് നടത്തി
നടത്തിയത് ബിഗ് ബോസിന് പോലും തോന്നിപ്പോയി ദൈവം ഇത് എങ്ങനെ അനുമോൾ അറിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നുള്ളത് ബിഗ് ബോസിന് പോലും തോന്നിപ്പോയി തോന്നുന്നു. കാരണം അതിനുശേഷം നെവിൻ അവിടെ കിടന്ന് സോഫയിൽ കിടന്ന് ഉറങ്ങാണ്. എപ്പോൾ നോക്കിയാലും നെവിനെ ഇന്നേ വരെ ബിഗ് ബോസ് അവിടെ വാൺ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും പിന്നെ അവരെ തമാശയാണ്. ലാലേട്ടൻ പോലും എന്ത് തോന്നിയ സവം കാണിച്ചാലും ചോദ്യം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നിപ്പോ നെവിൻ സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, നെവിൻ ഇത് ഏത് ആഴ്ചയാണെന്ന് അറിയാമോ, എന്നിട്ടാണോ ഈ കിടന്നുറങ്ങുന്നത്, ഇവിടെ ആർക്കും പ്രത്യേകിച്ച് ഒരു പരിഗണനയും ഇല്ല എന്നൊക്കെ ഈ അനുമോളുടെ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ പ്രത്യേകിച്ച് ആർക്കും ഒന്നുമില്ല എന്ന് അനുമോളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിച്ചു പറച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് നെവിനാണെങ്കിൽ അപ്പോഴും അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല, കോമഡി ആക്കിയിട്ട് നെവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസിന്റെ പ്ലാനിങ്ങോട് കൂടി 3 പേര് ഇപ്പൊ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഹൗസിന്റെ. 3 പേരും കിടന്നിട്ട് അവിടെ നിന്ന് ഏതാണ്ട് പട്ടായയില് ഇവരെ പട്ടായ ഗേൾസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവരവിടെ പട്ടായയിൽ ആഘോഷിക്കുന്ന തിമിർക്കുന്ന പോലെയാണ് 3 എണ്ണം അവിടെ കിടന്ന് കാണിക്കുന്നത് കണ്ടത്. ഈ 3 എണ്ണമാണ് ഇപ്പോൾ കിച്ചണിൽ ഡ്യൂട്ടിക്ക് കയറിയിട്ടുള്ളത്. കിച്ചൺ ഡ്യൂട്ടിയിലും ഈ 3 ക്യാപ്റ്റന്മാരാണ് ഡ്യൂട്ടിക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും അനുമോള് ഫസ്റ്റ് തന്നെ അവർക്കുള്ള ഒരു കൊട്ട് കൊടുക്കുന്നുണ്ട്. 9 പേരാണ് ഇവിടെ ഉള്ളത്. 9 പേരുടെ പ്ലേറ്റ് നിരത്തി വെച്ച് തുല്യമായി എല്ലാവർക്കും വിളമ്പണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എണ്ണം ഫുഡ് കഴിക്കാനായിട്ട് ബെസ്റ്റ് ആണെന്ന് അറിയാലോ. കക്കാൻ എന്തായാലും കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കാന്ന് പറഞ്ഞ പോലെയാണ് 3ാമത്തെ കയ്യിൽ കിച്ചൺ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവര് നിന്ന് കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും എന്നുള്ളത് കൊണ്ടാവാം പിന്നെ അനുമോളുടെ ഗെയിം ആയിരിക്കാം. അനുമോള് നല്ല ഡയലോഗുകൾ അവർക്കിട്ട് ഒന്ന് കൊട്ടുന്നതും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ നെവിന് ഒരു സ്വഭാവം ഉണ്ടല്ലോ, നെവിന് വല്ലൊരു നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെവിൻ ഇങ്ങനെ കയറി ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അനുമോള് നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാബുമേനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാബുമേൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് അക്ബറിന്റെ പിന്നാലെ നടക്കുന്ന, അതായത് അക്ബറിന്റെ ഭയങ്കര പേടിയാണ് നെവിനെ എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആ അക്ബറിന്റെ മൂട് താങ്ങിന്ന് അനുമോള് പറയുമ്പോൾ മുണ്ട് താങ്ങി എന്നാണ് സാബുമേൻ പറയുന്നത്. അക്ബറിന്റെ മുണ്ട് താങ്ങി നടക്കുന്ന ആളാണ് നെവിൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതങ്ങ് കേട്ടിട്ട് നെവിനെ അങ്ങ് ചൊറിഞ്ഞു കയറിയിട്ട് വയ്യ. പക്ഷെ സാബു ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വീക്ക് തൊട്ട് സാബുവിൽ നല്ല മാറ്റമുണ്ട്. സാബുവിന് സംസാരിക്കാൻ അറിയായിരിക്കൊന്നുമില്ല, സംസാരിച്ചു കഴിഞ്ഞാൽ നല്ല ഡയലോഗുകൾ സാബുവിനെ പറയാനായിട്ട് അറിയാം. നെവിനെ നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് അനുമോളും സാബുവും കൂടിയിട്ട്. അതുപോലെ നെവിനും തിരിച്ചു മറുപടിയൊക്കെ പറയുന്നുണ്ട്. നെവിനെ കേട്ടിരിക്കുന്ന ശീലമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. നെവിൻ അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായിട്ട് നല്ല മറുപടികൾ സാബു കൊടുക്കുന്നുണ്ട്, അനുമോള് കൊടുക്കുന്നുണ്ട്. മൂട് താങ്ങി നീ അക്ബറിനെ പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഈ 2 ആഴ്ച നീ അക്ബറിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ, അക്ബറിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ, അക്ബറിനെ നിനക്ക് പേടിയാണ്, നീ ടോപ്പ് 5 വരാൻ വേണ്ടിയിട്ടാണ് അക്ബറിന്റെ പുറകെ മൂട് താങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ മുണ്ട് താങ്ങി നടക്കുന്നത് എന്നൊക്കെ സാബു അവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് സാബുവിനവിടെ കളിയാക്കുന്നുണ്ട്, നമ്മുടെ അനുമോളുടെ ചെലങ്കയാണ് നീയെന്നോ എന്തോ പറഞ്ഞിട്ട് സാബുവിനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ സാബു തിരിച്ചു പറയുമ്പോൾ നീ ഇങ്ങനെ അങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ അവിടെ അക്ബർ പോലും പറയുന്നുണ്ട്, അല്ല നീ പറഞ്ഞില്ലേ അവനെ അനുമോളുടെ ചെലങ്കയാണെന്ന്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ അവനെ നിന്നെ പറയാനുള്ളത് വോയിസും ഉണ്ട്, നീ പറയുമ്പോൾ അവൻ കേട്ടിരിക്കണോ. അപ്പൊ അവനും തിരിച്ചു പറയും അത് നീ കേൾക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് അക്ബർ പോലും നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വേറെ വഴിയില്ല, ഓരോരുത്തർക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ 100,000 കാരണങ്ങൾ ഉണ്ടാവും നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കേട്ടിട്ട് പിന്നെ ചൊറിഞ്ഞുകൊണ്ട് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നെവിന്റെ ശീലാണ്. ഇപ്പൊ 3 പേരാണ് ലക്ഷ്മി പോയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിലുള്ളൂ, ആദിലയും നൂറയും നമ്മുടെ അനുമോളും. അതില് ഇത്തവണ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം 9 പേരിൽ 7 പേരാണ് നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും 2 പേര് സേഫായി, ഒന്ന് ഷാനവാസും ഒന്ന് ആദിലും. ആദിൽ സേഫായത് എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ. കാരണം ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷനിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർ 2 പേരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുള്ളൂ. പക്ഷെ ഇത്തവണയും ആദില വന്നിട്ടില്ല, നൂറ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നൂറയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. നൂറ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട്. അപ്പൊ പട്ടായ ഗേൾസ് വന്ന് സംസാരിക്കുന്നുണ്ട്, ബിഗ് ബോസ് ഇത്തവണയെങ്കിലും 2 ആണുങ്ങളെ ഇറക്കി വിടൂ, ഈ പെണ്ണുങ്ങളെ വിടുന്ന പരിപാടി നിർത്തൂ, പെണ്ണുങ്ങൾക്ക് ഇവിടെ നിൽക്കണം എന്നില്ലേ, നിങ്ങളിങ്ങനെ മെയിൽ ഷോവിനിസ്റ്റ് ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറ നോക്കിയിട്ട്. പക്ഷേ വോട്ട് കുറയുന്നതിനനുസരിച്ചല്ല അവർക്ക് ഔട്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നൂറ പുറത്ത് പോകുന്ന അവർക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു. കാരണം ആകെ 3 പെണ്ണുങ്ങളാണുള്ളത്, അതിൽ ഒരാള് നൂറയാണ്. അപ്പൊ നൂറ അനുമോള് പിന്നെ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്, അനുമോള് പുറത്ത് പോയില്ല എന്നൊരു ധാരണ അവർക്ക് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നൂറ പോകുന്നുള്ള പേടി കൊണ്ടായിരിക്കാം അങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ എത്രയൊക്കെ സോപ്പിട്ടാലും എത്രയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആരെയും വെല്ലുവിളിച്ചിട്ട് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവിടെ വോട്ട് കുറയുന്നതിനനുസരിച്ച് തന്നെയാണ് അവർ പുറത്താക്കുള്ളൂ. അതിപ്പോൾ ആര് വേണമെങ്കിലും ആകാം, അത് പിന്നെ ആളാവും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ഷാനവാസും ആതിരയും രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നും. പക്ഷേ ഈ ആഴ്ച പിന്നെ ആരെ പോവും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എനിക്കിതിൽ ഏറ്റവും അതിശയമായിട്ട് ഇന്നത്തെ തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അനുമോളുടെ നോമിനേഷനാണ്. ബിഗ് ബോസിനെയും ലാലേട്ടനെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് അനുമോൾ അവിടെ നോമിനേറ്റ് ചെയ്തു. ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നു, അവിടെ ലാലേട്ടൻ ഫേവറിസം കാണിക്കുന്നു. അവരെന്ത് തോന്നിവാസം ചെയ്താലും 2
രണ്ടുപേരും ബിഗ് ബോസോ ലാലേട്ടനോ ചോദ്യം ചെയ്യുന്നില്ല. സത്യമല്ലേ പറഞ്ഞത്? അവിടെ അനുമോൾ എന്ത് ചെറിയ കാര്യം പോലും അനുമോൾ ചെയ്തു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്ന ലാലേട്ടനെ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ കാണാൻ കഴിയും. എന്നാൽ നെവിനെ ചോദ്യം ചെയ്യുന്നതോ വേറെ മറ്റുള്ളവരെ അക്ബറിനെ ചോദ്യം ചെയ്യുന്നോ നമ്മൾ കണ്ടിട്ടുണ്ടോ? ആരിനെ കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ ഒക്കെ ഫേവറേറ്റ് ആയിട്ട്, അതായത് ബിഗ് ബോസിന്റെ ആ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇവർ 3 പേരാണെന്ന് തോന്നുന്നു. ഇവർക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിലകൊള്ളുന്നതെന്ന് നമുക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. അത് അനുമോൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അനുമോൾ അതാണ് അവിടെ പറഞ്ഞത്. അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഈ ഗെയിമിന്റെ അല്ലെങ്കിൽ സീസൺ 7ന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അനുമോളിലൂടെയാണ് ബിഗ് ബോസ് സീസൺ 7 മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അവിടെ അതിജീവിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് അനുമോൾ തന്നെയാണ്. നമ്മൾ പറയുന്നത് 100 ദിവസം ഏകാന്തത ഇതാക്കിയിട്ട് വരുന്നത് ആരോ എന്നാണല്ലോ ആ പാട്ടിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെന്ന് പറയുന്നത് തീർച്ചയായും ഈ കൂട്ടത്തിൽ ഒരാൾ അനുമോൾ തന്നെയാണ്. കാരണം ആദിലേക്കും നൂറയ്ക്കും അതിനൊരു വോയിസ് ഇല്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുണ്ട്. പിന്നെ അപ്പുറത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഗ്യാങ് ആയിട്ട് അവിടെ ഇഷ്ടപ്രകാരം കൂട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളതും അതിജീവിച്ച് മുന്നേറി വന്നിട്ടുള്ളതും അനുമോളാണ്. അതുകൊണ്ട് അനുമോൾക്ക് ഈ ടൈറ്റിൽ വിന്നർ ആവാനുള്ള ഒരു യോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അതിനുള്ള യോഗ്യതയുണ്ട്. കാരണം അനുമോളെല്ലാം പോസിറ്റീവാണ് ചെയ്തത്, അനുമോളെല്ലാം നല്ലതാണ് ചെയ്തത്. അനുമോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത് അതിജീവിച്ചുകൊണ്ട് 100 ദിവസം പിന്നിട്ടത് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരാൾ അനുമോള് തന്നെയാണ്. അതുകൊണ്ട് അനുമോള് ഇന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള നമുക്ക് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളാണ് അനുമോൾ ഇന്ന് ബിഗ് ബോസിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ലൈവില് കാണിച്ചു, എപ്പിസോഡിൽ കാണിക്കും എന്നുള്ളത് കണ്ടറിയാം. എപ്പിസോഡിൽ കാണിച്ചു തന്നെ ചിലപ്പോൾ കട്ടിങ്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക.